നിങ്ങളിപ്പോൾ ഒരു പുതിയ വീട് വെക്കാൻ വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്ന 5 തെറ്റുകൾ ഒരിക്കലും ചെയ്യരുത്. 90% ആൾക്കാരും ഈ തെറ്റുകൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ CCTV ക്യാമറകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷനോ കാര്യങ്ങളോ ഒന്നും വലിച്ചിട്ടുണ്ടാവില്ല. ഈവൻ വൈഫൈക്ക് വേണ്ടിയുള്ള പ്രൊവിഷൻ പോലും സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പുതിയ വീട് പണിയുന്ന സമയത്ത് നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെങ്കിലും നമ്മൾ അതിൻ്റെ കോണ്ടിയൂട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ലൊക്കേഷൻസ് ഒക്കെ ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ക്യാമറ വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വൈഫൈ സിസ്റ്റം ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കേബിൾ അതിനുള്ളിലൂടെ വലിച്ചാൽ മാത്രം മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഭംഗിയും പോവില്ല, അതുപോലെ തന്നെ നല്ല കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ അത് നമുക്ക് സെറ്റ് ചെയ്യാനും സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ആകെ ഒരു 50,000 രൂപ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ പൈസയ്ക്ക് കിട്ടുന്ന ക്യാമറയ്ക്ക് കുറേ അനലോഗ് ക്യാമറ മേടിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചുറ്റും അങ്ങ് വെച്ചു. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഈ 50,000 രൂപ നമുക്ക് വെറുതെ വേസ്റ്റ് ആയി പോകും. കാരണം ഈ ക്യാമറയുടെ ക്വാളിറ്റി വളരെയധികം കുറവായിരിക്കും. വീഡിയോയുടെ ക്വാളിറ്റി കുറേ നാൾ കഴിയുന്നതോടുകൂടി വീണ്ടും ഡിഗ്രേഡ് ആകാൻ തുടങ്ങും. നമ്മളൊരു ആധുനിക ടെക്നോളജി പ്രോഡക്റ്റ് അല്ല എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ വരാൻ വേണ്ടി പോകുന്ന ടെക്നോളജിയുമായിട്ടൊന്നും ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് നിങ്ങൾ IP ക്യാമറ സിസ്റ്റം ഇൻസ്റ്റലേഷൻ ചെയ്യുക. ഒരു NVR-ഉം 2 ക്യാമറയും മാത്രം നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നുള്ളെങ്കിൽ പോലും അത് വർത്തായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് ക്യാമറകൾ ആഡ് ഓൺ ചെയ്യാൻ സാധിക്കും. ഒരിക്കലും നിങ്ങൾക്ക് കാശ് നഷ്ടം ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിലെ ഗ്ലാസ് വിൻഡോസ് ഒക്കെയാണ് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ക്യാമറ വെച്ചുകൊണ്ട് അത് പൂർണ്ണമായിട്ടും സുരക്ഷിതമാക്കാൻ പറ്റും നമ്മൾ വിചാരിക്കരുത്. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് ഒരു ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം തന്നെയാണ്. അപ്പോൾ അതിനുള്ള പ്രൊവിഷൻസ് നമ്മൾ വീട് പണിയുന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവണം. നാലാമതായിട്ട് നമ്മുടെ ഈ സുരക്ഷാ ഉപകരണങ്ങളെല്ലാം തന്നെ, അതിപ്പോൾ ക്യാമറ ആണെങ്കിലും അലാം സിസ്റ്റം ആണെങ്കിലും എന്ത് ഉപകരണമാണെന്നുണ്ടെങ്കിലും കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഓഫ് ആകാൻ പാടില്ല. ഒരു കള്ളൻ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എളുപ്പം അവന് അതിൻ്റെ കൺട്രോൾ സിസ്റ്റം കണ്ടുപിടിക്കാൻ സാധിക്കുകയും ചെയ്യരുത്. അത് വളരെയധികം സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടി തന്നെ എവിടെയെങ്കിലും ഹൈഡ് ചെയ്തിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടി നോക്കണം. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർക്കോ നമ്മുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങൾക്കോ ഒന്നും വർക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പണി അവർക്ക് അറിയാമോ എന്നുള്ള കാര്യം നോക്കണം. കറക്റ്റായിട്ടുള്ള സാധനങ്ങൾ തന്നെ ഇൻസ്റ്റലേഷൻ ചെയ്തുകൊണ്ട് വേണം നമ്മുടെ സുരക്ഷാ സിസ്റ്റം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ക്യാമറ വെക്കുമ്പോൾ അതിൻ്റെ ആംഗിൾ നോക്കണം, അതിൻ്റെ ലെൻസ് നോക്കണം. ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ പല പല സെൻസറുകൾ വരുന്നുണ്ട്. ഓരോ സെൻസറുകളും എവിടെ വെക്കണം, എന്ത് ചെയ്യണം, ഈ സിസ്റ്റങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. ഇപ്പോൾ ക്യാമറയുമായിട്ട് നമ്മുടെ എല്ലാ സെൻസറുകളെയും ഇന്നത്തെ കാലത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഡോറിൽ ഒരു ഡോർ കോൺടാക്ട് സെൻസർ നമ്മൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ ഡോറിൽ വന്നിട്ട് ശക്തമായിട്ട് ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡോർ കോൺടാക്ട് സെൻസർ അതിൻ്റെ കൺട്രോൾ പാനലിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് കോൾ വരുന്ന സമയത്ത് നമ്മുടെ CCTV ക്യാമറയിലോട്ടും കൂടെ ഒരു ട്രിഗർ പോയിട്ട് CCTV ക്യാമറ എന്നുള്ള വീഡിയോ ആ സമയത്ത് തന്നെ നമ്മുടെ ഫോണിലോട്ട് കാണാൻ നമുക്ക് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്താണ് അവിടെ നടന്നതെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. അതിനെങ്ങനെ നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യണം? ഈ ക്യാമറ സിസ്റ്റവും ഇൻട്രൂഷൻ സിസ്റ്റവും തമ്മിൽ നമ്മൾ ക്ലബ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും പുതിയ സുരക്ഷയിൽ പെടുന്ന കാര്യങ്ങളാണ്. അതിന് നമ്മൾ അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ ഇൻസ്റ്റലേഷൻ ചെയ്യുക. എത്ര നല്ല വില കൂടിയ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചു കൊടുത്തെന്ന് പറഞ്ഞാലും നന്നായിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ അറിയില്ലാത്ത ഒരുത്തൻ്റെ കയ്യിലാണ് നമ്മളത് കൊടുത്തതെന്നുണ്ടെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും അത് ഇൻസ്റ്റലേഷൻ ചെയ്ത് നിങ്ങളുടെ കാശും വാങ്ങിച്ചിട്ട് പോകും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഗുണം ലഭിക്കില്ല. ഇപ്പോൾ ക്യാമറയാണെങ്കിലും അലാം സിസ്റ്റം ആണെങ്കിലും എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും അത് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ അറിയാവുന്ന ഒരു പ്രൊഫഷണലാണ് നിങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്.